ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ. അധ്യായം 16. നാണുവാശാനും കുഷ്ഠരോഗിയും. അയ്യാവു സ്വാമികൾ നാണുവാശാനെ ധാരാളം നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും അദ്ദേഹം ശീലിപ്പിച്ചു. അയ്യാവു സ്വാമിയുടെ അനുവാദത്തോടെ നാണുവാശാൻ പല നാടുകളിലും ചുറ്റിത്തിരിഞ്ഞു. കാടുകളും മേടുകളും അദ്ദേഹത്തിന് സ്വന്തം വീടുപോലെയായി. കാട്ടുമൃഗങ്ങൾ പോലും അദ്ദേഹത്തിന് ചങ്ങാതിമാരായി മാറി. മരുത്വാമലയിലും അഗസ്ത്യകൂടം മലകളിലുമെല്ലാം അദ്ദേഹം ധ്യാന നിമഗ്നമായ മനസ്സോടെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. മരുത്വാമലയിലെ പിള്ളത്തടം എന്നു പേരുള്ള ഒരു ഗുഹയിലിരുന്ന് വളരെ കാലം നാണുവാശാൻ തപസ്സനുഷ്ഠിച്ചു. അതിനുശേഷം ഗുഹയിൽ നിന്നിറങ്ങി ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു. പേരുകേട്ട മഹാക്ഷേത്രങ്ങളിലെല്ലാം അദ്ദേഹം പോയി. അവിടുത്തെ പുണ്യതീർത്ഥങ്ങളിലെല്ലാം അദ്ദേഹം മുങ്ങിക്കുളിച്ചു. എല്ലാം വലിയ അനുഭവങ്ങളായിരുന്നു. ശംഖുമുഖം കടൽപ്പുറത്ത് താമസിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ നാണുവാശാൻ തന്റെ സുഹൃത്തായ വെളുത്തേരി കേശവനാശാന്റെ വീട്ടിലെത്തി. സമയം പാതിരാത്രിയോടടുത്ത് കാണും. വാതിക്കൽ മുട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, "വാതിൽ തുറക്കണേ." "ആരാണ് അസമയത്ത്?" അകത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം. "ഇതു ഞാനാ, നാണു." "ഓ, നാണുവാണോ?" കേശവനാശാന്റെ അമ്മ വിളക്കു കൊളുത്തിക്കൊണ്ട് ഓടിവന്ന് വാതിൽ തുറന്നു. വളരെ നാളെത്തി നാണുവിനെ കണ്ടപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. "കേശവൻ എവിടെ?" നാണുവാശാൻ ചോദിച്ചു. "അവൻ നല്ല ഉറക്കത്തിലാണ്, വിളിക്കട്ടെ?" അമ്മ നാണുവിന്റെ മുഖത്തേക്ക് നോക്കി. "ഇപ്പോൾ വിളിക്കേണ്ട," നാണുവാശാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അമ്മ ഒരില കൊണ്ടുവന്ന് താഴെ വിരിച്ച് ചോറും കറികളും വിളമ്പി. നാണു അവിടെ വരുന്നതും അവന് ഊണ് വിളമ്പിക്കൊടുക്കുന്നതുമെല്ലാം കേശവനാശാന്റെ അമ്മയ്ക്കു വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ ചോറും കറികളും ഒക്കെ വിളമ്പിക്കഴിഞ്ഞിട്ടും നാണുവാശാൻ ഊണ് കഴിക്കാനായി ഇരുന്നില്ല. അദ്ദേഹം ഇല അപ്പാടെ ചുരുട്ടി ആ പൊതിച്ചോറുമായി പോകാനൊരുങ്ങി. "എന്താ മോനെ, ചോറുണ്ണുന്നില്ലേ?" അമ്മ അന്വേഷിച്ചു. "നാം പിന്നെ കഴിച്ചോളാം." പൊതിച്ചോറുമായി നാണുവാശാൻ ഞൊടിയിടയിൽ തന്നെ ഇരുട്ടിൽ പോയി മറഞ്ഞു. അമ്മയ്ക്കു പല സംശയങ്ങളും തോന്നി. അമ്മ വേഗം മകനെ വിളിച്ചുണർത്തി ഉണ്ടായ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ മകനും പലവിധ സംശയങ്ങളായി. "എങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം." കേശവനാശാൻ തന്റെ സുഹൃത്തായ ശംഖുവിനെയും കൂട്ടി ആ ഇരുട്ടിലൂടെ നടന്നു. ഒടുവിലവർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിലെത്തി. മരച്ചുവട്ടിൽ ആരോ മാറുന്നത് കണ്ട് കേശവനാശാനും ശംഖുവും അവിടേക്ക് ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. നാണുവാശാൻ മടിയിൽ ഒരാളെ താങ്ങിപ്പിടിച്ചിരുത്തിയിരിക്കുന്നു. അദ്ദേഹം താൻ കൊണ്ടുവന്ന പൊതിയിൽ നിന്ന് ചോറ് വാരിയെടുത്ത് ആ മനുഷ്യന് നൽകുന്നു. കേശവനാശാനും ശംഖുവും തകരവിളക്കിന്റെ വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ടുനിന്നു. കൈക്കാലുകൾ പഴുത്തു മുറിഞ്ഞുപോയ ഒരു കുഷ്ഠരോഗിയായിരുന്നു അത്. ആ മനുഷ്യൻ ഇടയ്ക്കിടെ ഞരങ്ങുന്നതും മൂളുന്നതും വേദന കൊണ്ട് കരയുന്നതും അവർ വ്യക്തമായി കേട്ടു. സമൂഹം അറപ്പോടും വെറുപ്പോടും കൂടി മാത്രം കാണുന്ന ഒരു കുഷ്ഠരോഗിയെ എത്ര കാരുണ്യത്തോടു കൂടിയാണ് നാണുവാശാൻ ശുശ്രൂഷിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ദേവതുല്യനായ ഒരാൾക്കു മാത്രമേ കഴിയൂ. കേശവനാശാൻ അടക്കിപ്പിടിച്ച സ്വരത്തിൽ പറഞ്ഞു. തൊട്ടടുത്ത് ആരുടെയോ സംസാരം കേട്ട് നാണുവാശാൻ തിരിഞ്ഞു നോക്കി. തന്റെ ഉറ്റ സുഹൃത്ത് കേശവനും അയാളുടെ ചങ്ങാതിയുമാണ് അരികിൽ നിൽക്കുന്നതെന്ന് നാണുവാശാൻ മനസ്സിലാക്കി. "നമ്മെ തേടി വന്നതാണല്ലേ? നാം ഇവിടെ ഒരു പ്രത്യേക ദൗത്യത്തിലായിരുന്നു. ഇനി നമുക്കു വെളുത്തേരിയിലേക്ക് പോകാം," നാണുവാശാൻ പറഞ്ഞു. അവർ മൂവരും അപ്പോൾ തന്നെ കേശവനാശാന്റെ വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ
രാത്രിയിൽ ക്ഷേത്ര പരിസരത്തു കണ്ട രോഗി ആരാണെന്നറിയുവാൻ കേശവനാശാന് തിടുക്കമായി. അദ്ദേഹം വേഗത്തിൽ നടന്ന് ആലിൻ ചുവട്ടിൽ ചെന്നു നോക്കി. പക്ഷേ ആ രോഗിയെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. നാണുവാശാൻ ഈശ്വര സേവയ്ക്കായി സ്വയം സമർപ്പിക്കുകയാണെന്ന് ആ സഹപാഠിക്ക് ശരിക്കും ബോധ്യമായി. നാണുവാശാനോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും വാത്സല്യവും അതോടെ വർദ്ധിച്ചു. ശേഷം ഭാഗം തുടരും.